ഇപ്പടല് ഊരി വന്ന് അയ്യോ എത്ര ട്രാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കിയത് ഡബിൾ പർപ്പസ് ടയർ ഒരുപാട് ഒരു വൻ കളക്ഷൻ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മളെ കഴിഞ്ഞ കപ്പ് വീഡിയോയൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഹാൻഡിൽ മറ്റേ ഡൊമീര ഹാൻഡിൽ കയറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ റൈസർ ചെറുതായതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇത്രയും വലിയ ബാർ ഹാൻഡിൽ എടുത്ത് കയറ്റുക. ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ഡൊമിയ അങ്ങനെ ഹിമാലയൻ്റെ ഏതെങ്കിലും സെറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഈ റൈസർ ഇനി കുറച്ച് വെൽഡ് ചെയ്ത് പൊക്കിയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഹാൻഡിൽ സാധാ നമ്മളെ ഡൊമിക്കൊക്കെ വരുന്ന ഹാൻഡിലെടുത്ത് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അതുപോലെ തന്നെ നമ്മളെ ക്രാഷ് കാർഡൊക്കെ സെറ്റ് ചെയ്യണം കേട്ടോ. ക്രാഷ് കാർഡ് നമ്മളെ എക്സോസ്റ്റൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഞാൻ പോയി ഇപ്പം സ്റ്റോക്ക് മിറർ തന്നെ വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ആറ്റിക്ക് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കേട്ടോ. ഹാൻഡിലൊക്കെ മേടിച്ചിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഇനി ആറ്റിക്ക് പോയി സാധനമൊക്കെ മേടിച്ചിട്ട് കാണാവേ. ബ്രോ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ആ ഡൊമിനാറിൻ്റെ ഹാൻഡിലുണ്ടോ? ഇല്ലേ? എന്ന് വരും സ്റ്റോക്ക്? അപ്പം എല്ലാം കൊണ്ടും നല്ല ദിവസം ഹാൻഡിലില്ല കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പാരിപ്പള്ളിയിലെ നമ്പരില്ല. എന്തായാലും ഇപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ പോയി ഉണ്ടാകും നോക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കോണും പാളും സെറ്റാക്കിയിട്ട് ഹാൻഡിൽ പിന്നെ അങ്ങ് സെറ്റ് ചെയ്യാം കേട്ടോ. പാരിപ്പള്ളി എത്തിയിട്ട് കാണാവേ. കിട്ടുമെന്ന് അറിയാൻ വയ്യ, ഒരു ഉറപ്പില്ലാതെ തന്നെ കേട്ടോ പോടാം. ചേച്ചി ഡൊമിനാറിൻ്റെ ഹാൻഡിലുണ്ടോ? ഡൊമിനാറിൻ്റെ ഹാൻഡിൽ ഇല്ലേ? അതിൻ്റെ ബേക്ക് മാസ്റ്റർ സിലിണ്ടർ എത്ര? 220 രൂപ. എത്ര? 740. സ്റ്റോക്ക് വരും ഹാൻഡിൽ തന്നെ? ഓ ഗൈസ്, തേഞ്ഞ് ഗൈസ്. സാധനം ഇല്ല കേട്ടോ. സാധനം ഇല്ലാത്തതാണ് അങ്ങനെ കൊടുത്തുവിടെന്ന് തോന്നുന്നു കേട്ടോ. നോക്കാം ഇനിയപ്പോ. അപ്പോൾ ഇനി എന്തോ ചെയ്യും? എന്തായാലും പോയി കോണുമ്പോഴും സെറ്റാക്കാം. എയർ ഒന്ന് ചെക്ക് ചെയ്യണം. ഫ്രണ്ട് ഒരു തുള്ളി എയർ ഇല്ല കേട്ടോ. എന്നാ എയർ ചെക്ക് ചെയ്യേ. ആ ഗൈസ്, അപ്പോൾ ഇവിടെ ഒരുപാട് ട്രാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെയൊക്കെ നോക്കിയത് ഡബിൾ പർപ്പസ് ടയർ ഒരുപാട് ഒരു വൻ കളക്ഷൻ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഇതൊക്കെ എത്രയാണോ എന്തോ സൈസ്. അതുകൊണ്ടേ നിങ്ങൾ ഗ്രിപ്പൊക്കെ നോക്കിയാൽ തന്നെ അറിയാം, അത്യാവശ്യം നല്ല റേറ്റിലാണ് കേട്ടോ ഇവിടെ തരുന്നത്. ഒരുപാട് പേര് ദൂരെ നിന്നൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് എടുത്താൽ മതി. ഷോപ്പിലെ നമ്പരും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം കേട്ടോ. ഡബിൾ പർപ്പസ് ടയർ മെച്ചിലിനാണ്. ഒരുപാട് കളക്ഷൻ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഫ്രഷ് ടയറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കാറിനുള്ളത്, കാറ്, ബൈക്ക്, ഒരു 100cc തൊട്ട് ഒരു സൂപ്പർ ബൈക്കിന് വരെയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല ഇവിടുത്തെ കളക്ഷൻ. മേളിൽ ഇരിക്കുന്നതാ 180. 180 കേട്ടോ. നമ്മളെ ഡ്യൂക്കിന് അതുപോലെ വണ്ടിക്കൊക്കെ ഇടാൻ പറ്റിയ മെച്ചിലിൻ്റെ സാധനം ഒരുപാട് കളക്ഷൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്പർ എടുത്തേക്കാം. ജസ്റ്റ് കയറിയപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വർഷം ഫോട്ടോ ആണ്.
ഇത് മറ്റേന്ന് കുറച്ച് ചെറുതാണല്ലേ, നീട്ടം കുറവെന്നല്ലേ ഉള്ളൂ. ആ അല്ല അത് ഒരുപാട് നീട്ടമാണ്, ഇതാണ് കറക്റ്റ്. ഇത് ബ്ലാക്ക് അല്ലേ? ഈ സെൻറ്റർ ഇതില്ലാത്തതുണ്ടോ? അല്ല ഈ കർവ് മാത്രം മതിയായിരുന്നു തന്നെ. ഇത് ബെൻഡില്ലല്ലോ, ഇങ്ങനെ തന്നെയല്ലേ സാധനം? ഓക്കെ ഓക്കെ. എത്ര? $450 കയറി ഇരിക്കാം, അതാകുമ്പോൾ പോകത്തില്ല. നിതംബങ്ങൾക്ക് നല്ല സുഖം. മതിയാവല്ലേ തൽക്കാലം ഈ ബാർ ഹാൻഡിൽ വയ്ക്കാൻ കേട്ടോ. പിന്നെ ഡൊമിനാൻ്റെ ഹാൻഡിൽ മേടിക്കണം, ഹാൻഡിൽ കിട്ടാനില്ല, അതാണ് മെയിനായിട്ട്. പിന്നെ കോണുപാൾ ശരിയാക്കൽ ഹാൻഡിൽ ബെൻഡായിരിക്കുന്നതുകൊണ്ട് ഭയങ്കര പാടാണ് കേട്ടോ ഓടിക്കാൻ നേരത്ത്. കുഴപ്പമില്ല, നമുക്ക് പിന്നെ ഒരിക്കൽ മാറ്റാം. ഇപ്പോൾ കുറേ പേര് എൻ്റെ മനസ്സ് ഉരുക്കി പ്രാവുന്നുണ്ടായിരിക്കും, വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഗൈസ് അപ്പോൾ വണ്ടി ഇവിടെ ഏറെ നിർത്തിയേക്കാണ് കേട്ടോ. കോണുമ്പോളും മാറണം, അതുപോലെ തന്നെ നമ്മൾ ഹാൻഡിലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, കാണിച്ചല്ലോ. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച ഹാൻഡിൽ. ബാർ ഹാൻഡിൽ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. മറ്റേ ഡൊമിനാൻ്റെ ഹാൻഡിൽ കിട്ടില്ല, പിന്നെ ഇതിനെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് കുറച്ചുകൂടി ലെങ്ത് കുറവാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കോണുമ്പാടും സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വേറെ ഇടുപ്പൊന്നുമില്ല ഫ്രണ്ടിൽ നിന്ന്. പിന്നെ നമ്മളെ ഈ റൈസർ കുറച്ച് ഷോർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഷോർട്ടാക്കിയെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഇത് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞിട്ടുണ്ട് വണ്ടിയിൽ. തൽക്കാലം അത് മതി, നമുക്ക് ആവശ്യമുള്ളപ്പോൾ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഷോർട്ടായി കേട്ടോ ഹാൻഡിൽ, മറ്റേ ബാർ ഹാൻഡിലേയും കാട്ടി. ഗായ്സ് അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ്. ഇന്നലെ പോയിട്ട് മിറർ വയ്ക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് മിറർ വയ്ക്കാൻ പോവുകയാണ്. മിററും ഇതാ നമ്മളെ എക്സോസ്റ്റ് കുറേ ഞണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് വെൽഡ് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ എന്തായാലും ഇത് എക്സോസ്റ്റ് ഇവിടെ കൊണ്ടുപോയി വെൽഡിങ് വർക്ക്ഷോപ്പിൽ ഇട്ടിട്ട് നമുക്ക് വർക്ക്ഷോപ്പിൽ പോയി മിറർ വയ്ക്കാം. മിറർ വണ്ടി ഫുള്ള് പൊളിച്ചടിക്കിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ നിൽക്കണം, എല്ലാവരെയും പരാതി ഞാൻ തിരുത്തിയിട്ടുണ്ട്. ആ വണ്ടിയിൽ മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്, മിറർ നൂത്തേന് വെച്ചിട്ടുണ്ട് കേട്ടോ. മടക്കി വയ്ക്കാൻ പറ്റൂല, അതും ഒരു നല്ല കാര്യമായി, ഇല്ലെങ്കിൽ അതിനും എന്നെ നിങ്ങൾ ഏറെ കയറ്റിയാണ്. അതുകൊണ്ട് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. എടാ ഹഗ്ഗറിൻ്റെ ക്ലാമ്പാടാ, ഹഗ്ഗറിൻ്റെ ക്ലാമ്പ് എത്തി കാണിച്ച്. നമ്മൾ ഹഗ്ഗറും സെറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ബേക്ക്. അപ്പോൾ ഇവിടെ വെള്ളി വർഷം ആളില്ല കേട്ടോ. അപ്പോൾ നീ പോണ വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടാകാൻ നോക്കാം, എങ്കിൽ അവിടെ എവിടെയെങ്കിലും നിർത്തി സെറ്റ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ തിരിച്ച് ഇതുവഴിക്ക് പോകുമ്പോൾ ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോഴല്ലേ ഊരി വന്ന്, അയ്യോ എന്തായാലും പോയി സെറ്റ് ചെയ്യാം. വാ, അതിൻ്റെ ബോൾട്ട് ഇല്ലടാ, അതെവിടെ ഊരിപ്പോയാ? വർക്ക്ഷോപ്പ് വരെ എത്തി. വാ കയറ്, ഇവിടെ വെച്ചായതുകൊണ്ട് വർക്ക്ഷോപ്പ് വരെയെങ്കിലും എത്തിക്കാം. ഇവ എന്നെ ഇവിടെ പിടിച്ച് നിർത്തുന്നു. തുടങ്ങുമ്പോൾ ഓരോരോ പണികൾ ആയതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ തന്നെ കിടന്നുറങ്ങാനുള്ള പ്ലാനിലാണ്. മോട്ടോമാനിക്കിനോട് നമുക്ക് ഇതിൻ്റെ അഭിപ്രായം ചോദിക്കും. നമ്മൾ ഹഗ്ഗർ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എവിടെ സാധനം എവിടെ? അത് നമ്മൾ ഇറക്കിയിട്ടേക്കുന്നത്. ആ ഹഗ്ഗർ ഇവിടെ കിടപ്പുണ്ട്. ഇത് നമ്മൾ നേരത്തെ NSൻ്റെ മറ്റേ സിംഗാമയിൽ നിന്ന് എടുത്ത ക്ലാമ്പാണ് കേട്ടോ. മുമ്പ് ഗ്യാസാണ് അടിച്ചത്, വിട്ടുപോയി. വേറെ വെൽഡിങ് വർക്ക്ഷോപ്പിൽ പോയിട്ടൊന്നും നടന്നില്ല. അവസാനം ഇവിടെ നിന്ന് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചവിടെ ഈ ഒരു റാഡുണ്ട്, കുറച്ച് പഴകിയതാ, പൂത്തിരി. പിന്നെ നമ്മളതാ മിററും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ലുക്ക് ഇതാണ്. പിന്നെ ഗിയറിൻ്റെ ഇവിടുത്തെ ഒരു ബുഷ് പോയിട്ടോ, അതുകൂടെ മേടിക്കണം. എന്തായാലും ഇതൊന്ന് സെറ്റ് ചെയ്യണം. എന്താ വെൽഡിങ് മെഷീനും അതുപോലെ തന്നെ അതിനു മറ്റേ ഇത് നമ്മൾ മറ്റേ ഗൂഗിൾസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം.
സെറ്റ്. ഗൈസ്, അപ്പോൾ ഹഗ്ഗറൊക്കെ സെറ്റ് ചെയ്ത് ഇനി പോയി നമ്മൾ എക്സോസ്റ്റ് കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. എക്സോസ്റ്റ് അവിടെ കൊടുത്തിട്ടാണ് വന്നത്. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്താൽ ഇന്നത്തെ പരിപാടി കഴിയും. പിന്നെ നമ്മുടെ ക്രാഷ് കാർഡാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗിയറിൻ്റെ അവിടുത്തെ ഒരു ബുഷ് കൂടെ മേടിക്കണം. അതിനിപ്പോൾ എന്തായാലും ഇനി മേടിക്കുന്നില്ല. ഇനിയിപ്പം എങ്ങോട്ടായാലും ഇറങ്ങുമ്പം അതുകൂടെ മേടിക്കാം. അപ്പോൾ എന്തായാലും ഇനി എക്സോസ്റ്റ് പോയി സെറ്റാക്കാൻ പറ്റുമെങ്കിൽ അതുകൂടെ ഒന്ന് സെറ്റാക്കണം കേട്ടോ. ഇത് പൗഡർ കോട്ട് ചെയ്താലല്ലേ ഇരിക്കുള്ളൂ. പൗഡർ കോട്ട് ചെയ്താലല്ലേ ഇരിക്കും പെയിൻറ്റ്. അല്ലേ ചൂടുകളൊക്കെ പൊരിയല്ലേ. മൂത്തുകൊണ്ടിരിക്കാൻ കേട്ടോ. ആ കണ്ടിട്ടുണ്ടോ? ഞാൻ അവിടെ ഒരു എക്സോസ്റ്റ് സെറ്റ് ചെയ്യാൻ കൊടുത്ത് നിങ്ങൾ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച് പഞ്ചറായിരിക്കുന്നു. ആ റെക്കോർഡാ. ഞാൻ അവിടെ ഇത് ചെയ്തോണ്ടിരിക്കായിരുന്നു. പോട്ടാ. നമ്മുടെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ വെച്ചിട്ടുണ്ട്. മഡ് ഗാർഡൊക്കെ നേരത്തെ സെറ്റ് ചെയ്തേട്ടോ. നമ്മൾ ഹഗ്ഗറും കാര്യങ്ങളൊക്കെ വച്ചിട്ടുണ്ട്. അതെ, അതിൻ്റെ പിറകെ മുട്ട മടികളും വന്നിട്ട് അതാ ഗിയറിൻ്റെ ഇവിടുത്തെ ഈ സാധനം കൂരിപ്പോയതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഇപ്പോൾ വീട്ടിൽ എത്തിയപ്പോൾ എക്സോസ്റ്റിൻ്റെ ഇവിടുത്തെ ഈ ഒരു ബോൾട്ടും കാണാനില്ല. മൊത്തത്തിൽ പണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.